ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകും വർഷയും കൂടി അന്ന് രാത്രി അവിടെ തന്നെ തങ്ങാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വിവേകിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് വർഷ. അതിനുശേഷം തന്നെ അവർ രണ്ടുപേരും കൂടി കുറേ നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ ശിവയും അതുപോലെ തന്നെ അങ്കിതിനെയാണ് കാണിക്കുന്നത്. അങ്കിതാണെങ്കിലും ശിവയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എന്ത് പറ്റി ശിവ ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങിപ്പോരാൻ കാരണം വിവേക് വർഷയും ഒറ്റയ്ക്കാണ് വയനാട്ടിന് പോയതെന്ന് അറിഞ്ഞിട്ട് എനിക്ക് സഹിച്ചില്ല. എനിക്ക് വിവേകിന് ഒത്തിരി ഇഷ്ടമാണ്. തനിക്ക് വിവേകിന് ഇഷ്ടമായിരിക്കാം, പക്ഷെ വിവേകിന് തന്നെ ഇഷ്ടമാണെന്ന് അറിയോ? അതെനിക്കറിയില്ല. തന്നെ മനഃപൂർവ്വം അവനെ ഒഴിവാക്കിയതല്ലേ ഈ ഒരു യാത്രയിൽ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അവന് വർഷയെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ശിവ ആകെ ഞെട്ടുന്നുണ്ട്. ഒരു പക്ഷേ ശിവ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് വർഷയും അതുപോലെ രാഹുലിനെ തന്നെയാണ് കാണിക്കുന്നത്. അതിനുശേഷം തന്നെ ഇന്ന് രാത്രി മുഴുവൻ തന്നെ നോക്കിയിരുന്ന് നേരം വെളുപ്പിക്കുകയാണ് എൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ആ രാത്രി അങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം അവിടെ ഒരു കാട്ടിനകത്ത് ഒരു ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്, വനദൈവത്തിൻ്റെ മുന്നിലൊക്കെ. അതിനുശേഷം തന്നെ വിവേകിനോട് വർഷ ചോദിക്കുന്നുണ്ട്, വിവേക് നീ എന്താണ് പ്രാർത്ഥിച്ചതെന്ന്. അപ്പോഴത്തേന് ഒട്ടും മടി കൂടാതെ വിവേക് പറയുന്നുണ്ട്, വർഷ നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതും. അതെനിക്ക് നേടിത്തരുമല്ലോ. ഈ ദൈവം നല്ല ശക്തിയുണ്ടെന്നല്ലേ നീ പറഞ്ഞത്. എന്നാൽ അതെനിക്ക് കിട്ടട്ടെ, എനിക്ക് നിന്നെ സ്വന്തമാകാൻ കഴിയട്ടെ എന്ന രീതിയിൽ. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡൊക്കെ കിടിലമായിരിക്കും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ കഴിയുന്നത്.